വചന വായനയില് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, വചനത്തെ ഉൾക്കൊള്ളാനായിട്ട്, വചനം മാംസം ധരിച്ചവനാണ് ഈശോ. ആ വചനം നമ്മള് മനസ്സിലും ആത്മാവിലും കയറുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും വചനം മാംസമാവും. വചനത്തിന്റെ ഒരു ഭാഷ അർത്ഥം എടുക്കുമ്പോഴേ വാക്ക് പ്ലസ് ജീവൻ ഇസ് ഈക്വൽ ടു വചനമാണ്. വാക്കിനോട് ജീവൻ ചേരുമ്പോഴാണ് വചനം ഉണ്ടാകുക. ക്രിസ്തു തന്റെ വാക്കിനു വേണ്ടി ജീവൻ കൊടുക്കുകയും ആ വാക്ക് നമുക്ക് ജീവനായി മാറുകയും ചെയ്യുമ്പോൾ ആ ഒരർത്ഥം കൊണ്ടാണ് ബൈബിളിലെ വാക്കുകളെ വചനം എന്ന് പറയുക. നമ്മൾ സാധാരണ പുസ്തകങ്ങളിൽ എഴുതിയ വാക്കുകളെ വാചകങ്ങൾ എന്നാണ് പറയുക, അല്ലെങ്കിൽ വാക്കുകളാണ്. അക്ഷരങ്ങള് കൂടിച്ചേരുമ്പോൾ വാക്കാവും, വാക്ക് കൂടിച്ചേരുമ്പോൾ വാചകമാണ്. അക്ഷരങ്ങളും വാക്കുകളും വാചകങ്ങളുമാണ് പുസ്തകങ്ങളുള്ളത്. അത് ആർക്കും ജീവൻ കൊടുക്കുന്നില്ല. ആ വാക്കുകൾക്കോ ആ വാചകങ്ങൾക്കോ ആരും ജീവൻ കൊടുത്തിട്ടുമില്ല. അപ്പൊ ജീവൻ കൊടുക്കുകയും ജീവൻ തരികയും ചെയ്യുന്ന വാക്കുകള്, അതാണ് ബൈബിളിലെ വാക്കുകള്. ആ വാക്കുകള് ഉച്ചരിക്കുമ്പോൾ നമ്മിൽ ശുദ്ധി ഉണ്ടാവും. ഭാരതീയ സങ്കല്പം അനുസരിച്ച് ഓതി ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞ ഒരു സങ്കല്പമുണ്ട്. വ്യവസ്ഥാപിത മതങ്ങളിലെല്ലാം. അതുകൊണ്ടാണ് മുസ്ലിങ്ങളിൽ ഓതി കെട്ടുക എന്ന് പറയുന്നതും ഹിന്ദുക്കൾ ജപിച്ചു കെട്ടുക എന്ന് പറയുന്നതും ഒക്കെ ഉള്ള പൊരുളതാണ് ഉച്ചാരണത്തിലൂടെ ശുദ്ധി വരും എന്നുള്ളത്. അപ്പോ ഈ ഉച്ചാരണത്തിന്റെ ഒരു തത്വസംഹിത നമ്മൾ ഉച്ചരിക്കുന്നതിലൂടെ നമ്മൾ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് ബൈബിൾ പറയണേ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുക. അപ്പൊ ഈ ഉള്ളിലുള്ളത് പുറത്തു വരുമ്പോൾ ഒരേ സമയം രണ്ട് കാര്യം നടക്കുക. ഒന്ന്, അശുദ്ധമായത് പുറത്തു പോകുന്നു. രണ്ട്, ശുദ്ധമായത് മാറ്റുരച്ച് കൂടുതൽ തേജസ്സുള്ളതായിട്ട് മാറും. അപ്പൊ വചനം വായിക്കുമ്പോൾ ഒരേ സമയം നമ്മുടെ ശരീരത്തിലെ, ആത്മാവിലെ, മനസ്സിലെ അശുദ്ധി പുറത്തേക്ക് പോവുകയും ശുദ്ധമായത് കൂടുതൽ പ്രോജ്വലമായി വരികയും ചെയ്യും. അതാണ് അതിന്റെ പുറകിലുള്ള ഒരു തത്വസംഹിത. അപ്പോൾ അത്തരത്തില് നമ്മുടെ വചന വായന നമ്മുടെ ഓരോരുത്തരെയും, ആരാണോ വായിക്കണേ ആ വായിക്കുന്നവരില് അത് വലിയ ശുദ്ധി ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തെ വചന വായനയുടെ ഒരു തലം എന്ന് പറയുന്നത്, ബൈബിളിൽ തന്നെ പറയുന്ന ഒരു വാക്ക് ആണ് അനുസ്മരിക്കുക, കേൾവിയിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാവുക. അപ്പൊ കേൾവി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കേൾക്കുന്നത്, നമ്മൾ വചനം വായിക്കുമ്പോൾ കേൾക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്, വായിക്കുന്നവൻ കേൾക്കുന്നുണ്ട്, ശ്രോതാക്കൾ കേൾക്കുന്നുണ്ട്. അപ്പോ കേൾവിയിലൂടെ ഈ വചനം പരക്കുക, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക. അപ്പോ വായിക്കുന്നവന്റെയും കേൾവിക്കാരന്റെയും വിശ്വാസവർദ്ധനയ്ക്ക് ഇത് കാരണമാകുന്നു. അപ്പൊ അത്തരത്തില് നമ്മുടെ ഈ വചന വായന വായിക്കുന്നവരുടെയും കേൾവിക്കാരുടെയും വിശ്വാസ വർധനവിന് കാരണമാകുന്നു. മൂന്നാമതായിട്ട്, ഈ കേൾവി എന്ന് പറയുന്നത് നമ്മിൽ തന്നെയുള്ള ശുദ്ധീകരണത്തിന്റെ പുണ്യം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് പ്രായമായി മരിക്കാൻ കിടക്കുമ്പോൾ ആ ആളുടെ ചെവിയില് ചെവിട്ടോർമ വിളിച്ച് ഓതുക എന്ന് പറയും. ആ ചെവിയില് ഈ സുഹൃത ജപങ്ങളും ബൈബിൾ വാക്യങ്ങളും ഒക്കെ ആവർത്തിച്ചുച്ചരിക്കുന്നതോടുകൂടി അബോധ മനസ്സുകളിലേക്ക് പോകുന്ന ആത്മാവിനെ ഉണർത്താനായിട്ട് ചെവിട്ടോർമ സഹായിക്കുന്നതാണ്. അപ്പൊ ചെവിയിൽ കേൾക്കുന്നത് അതൊരു ഉണർത്തലിന് സഹായമാണ്. നമുക്കറിയാം, നമ്മള് രാവിലെ എഴുന്നേൽക്കുന്നത് അലാറം വെച്ചിട്ട് എഴുന്നേൽക്കുക, അല്ലെ കോഴി കൂകുന്ന ഒച്ച കേട്ടോ, എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടാണ് ഉണർവുണ്ടാകുക. അപ്പോൾ സഭയിലാകമാനവും കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഉണർവ് ഉണ്ടാകുന്നത് ഈ വചനത്തിന്റെ മാറ്റൊലികൾ നമ്മുടെ ചെവിയിൽ പതിക്കുമ്പോഴാണ്. അപ്പൊ അത് നമ്മുടെ വ്യക്തിപരമായ ഉണർവിനും സമൂഹത്തിന്റെ ഉണർവിനും സഭയുടെ ഉണർവിനും കൂട്ടായ്മയുടെ ഉണർവിനും ഇടവകയുടെ ഉണർവിനും ഒക്കെ അത് കാരണമാകുന്നുണ്ട്. ഭാരതീയ സങ്കല്പത്തില് ശബ്ദം ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്നുള്ള. അപ്പൊ അതുകൊണ്ടാണ് ഈശോ പലപ്പോഴും പറഞ്ഞത്, നിന്റെ വാക്കുകൊണ്ട് തന്നെ നീ വിധിക്കപ്പെടും.
കാരണം വാക്ക് വളരെ പ്രധാനപ്പെട്ട, വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും കൊണ്ടുമാണ് വിധി വരുന്നതെന്നൊരു പ്രശ്നമുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയ ഒരു തമാശ ഇതാണ്, വചനം വായിക്കുന്ന മനുഷ്യന്റെ വിധി കുറച്ച് കുറവായിരിക്കും. കാരണം ഇവന് വ്യക്തവാക്കുകൾ കുറവാണല്ലോ. മിനിമം അവൻ ഈ വായിക്കുന്ന നേരത്ത് വായനയും കേൾവിയും നടക്കുമ്പോൾ ഈ വിധി അവന്റെ തലയിൽ കുറച്ച് കുറവായിരിക്കും എന്നുള്ള ഈ കാരണം വ്യർത്ഥവാക്കുകൾ കുറയുക, വ്യർത്ഥവാക്കുകൾ കേൾവി കുറയുക, വ്യർത്ഥവാക്കുകൾ പറയാനും കേൾവി ഇല്ലാതാക്കാനോ കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വിധി കുറയുക. മറ്റൊരു കാര്യം കൂടി ഉറപ്പിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുക. ഇത്തിരി കട്ടിയുള്ള വാക്കുകളല്ല, അത് ഞാൻ കാച്ചിക്കുറുക്കി പറയുന്നുണ്ട്. മറ്റൊരു കാര്യം ഇതാണ്, ഭാരതസങ്കല്പത്തില് ശബ്ദം അവസാനിക്കുന്നില്ലെന്നല്ല, പ്രപഞ്ചത്തില് നമ്മുടെ കേൾവി നമ്മൾ കേൾക്കാതാകുമ്പോൾ ശബ്ദം ഇല്ലാതാകുന്നില്ല എന്നുള്ള ആ ശബ്ദം നമ്മുടെ കേൾവിയുടെ കപ്പാസിറ്റിയേക്കാൾ അകലേക്ക് പോയി, അല്ലെങ്കിൽ അത് പരന്നുപോയി എന്നുള്ള അതിന്റെ അർത്ഥം ഇല്ലാതായി എന്നല്ല. അപ്പോ ഒരു വചനം പറയുമ്പോൾ അത് ഈ പ്രപഞ്ചത്തിലുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഒരു റേഡിയോയുടെ വേവ്സ് ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് ട്യൂൺ ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ആ സ്റ്റേഷനിലെ കൃത്യമായ വാക്കുകൾ നമുക്ക് തെളിഞ്ഞു കിട്ടുക. അപ്പം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഉച്ചരിക്കുന്ന ഓരോ വചനവും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുക. അപ്പോൾ ഈ ബൈബിൾ വായനയുടെ വലിയ അർത്ഥം എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചത്തില് ഒരുപാട് ശബ്ദങ്ങളുണ്ട്. ഈ ശബ്ദങ്ങള് നല്ലതും തിന്മയൊക്കെ ഉണ്ട്. അതിനിടയില് ഈ നന്മയുടെ ശബ്ദം കൊണ്ട് മുഖരിതമാക്കുക എന്നുള്ളൊരു അർത്ഥം കൂടി ഇതിന്റെ പറയൽ. അപ്പം ഈ പ്രപഞ്ചത്തെ ശുദ്ധീകരിക്കുക, ഒരു കോസ്മിക് ശുദ്ധീകരണം ഇതിലൂടെ നടക്കുന്നുണ്ട്. അതായത് ഈ പ്രപഞ്ചത്തില് നന്മയുടെ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പക്ഷേ നമ്മൾ ഉച്ചരിച്ചു കഴിയുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റില്ല, പക്ഷെ ഈ പ്രപഞ്ചത്തിൽ അതുണ്ട്, അതിന്റെ പവർ അവിടെ നിൽക്കുക. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുക, വാക്കുകൊണ്ടാണ് ഉണ്ടാവുന്നത്. സൃഷ്ടി വാക്കുകൊണ്ടാണ്, സ്ഥിതി വാക്കുകൊണ്ടാണ്, സംഹാരവും വാക്കുകൊണ്ട് തന്നെ. അപ്പൊ ഈ ജീവൻ നൽകുന്ന വചനം നമ്മള് ഉച്ചരിക്കുന്നതോടുകൂടി ഈ പ്രപഞ്ചത്തിലെ നെഗറ്റീവ് എനർജികളെ മാറി പോസിറ്റീവ് എനർജികൾ ഉണ്ടാകുന്നു എന്നുള്ള, ഞാൻ അതിനെക്കുറിച്ച് പണ്ടൊരിക്കൽ സൂചിപ്പിച്ചതാണ്. നമ്മുടെ ഈ പ്രാർത്ഥനാലയങ്ങളിൽ, ആശ്രമങ്ങള്, ദേവാലയങ്ങള്, ഇതിന്റെയൊക്കെ സമീപത്ത് നിൽക്കുന്ന മരങ്ങളില്, വൃക്ഷങ്ങളില് ഫലങ്ങൾ കൂടുതലുണ്ട്. ധ്വനികള് ഞാൻ വളരെ ചുരുക്കിയാണ് പറഞ്ഞ, ഇത്തിരി കടുപ്പം കൂടുതലുണ്ട്, വിശദീകരണം പിന്നീട് എപ്പോഴെങ്കിലും തരാം. ഈ വാക്കുകള്, ഈ വചനത്തിന്റെ ഉൾപ്പൊരുളുകള്, അത് വായനയുടെ അർത്ഥങ്ങള് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ടി അധ്വാനിക്കുന്നവർക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വയം ശുദ്ധീകരണവും നാടിന്റെ ശുദ്ധീകരണവും കുടുംബത്തിന്റെ ശുദ്ധീകരണവും ഒക്കെ നടക്കട്ടെ. നമുക്ക് ഇത് ജീവൻ തരട്ടെ, അത് മറ്റുള്ളവർക്ക് ജീവൻ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തില് തിന്മയുടെ വാക്കുകൾ കുറയ്ക്കാനും നന്മയുടെ വാക്കുകൾക്ക് മുൻതൂക്കം ഉണ്ടാവാനും സാധിക്കട്ടെ. ഈ പ്രപഞ്ചത്തില് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകട്ടെ. ഇതൊക്കെ ഇതിലൂടെ സംഭവിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് തമ്പുരാന്റെ തിരുസന്നിധിയില് നമ്മുടെ ജീവിതത്തെയും നമ്മൾ ഈ വായനയിലൂടെ നമ്മൾ നിയോഗം വയ്ക്കുന്ന നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ പൊതു നിയോഗങ്ങളെയും ഒരു നിമിഷം സമർപ്പിച്ച് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നാളെ തിരുഹൃദയത്തിന്റെ തിരുനാള് ആചരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് നമ്മുടെ അതിരൂപതയും ഒക്കെ തിരുഹൃദയത്തിന് പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആ പ്രതിഷ്ഠ ഒരു നിമിഷം മനസ്സിൽ ഓർത്തുകൊണ്ട് തിരുഹൃദയത്തിന് എല്ലാം സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും തിരുഹൃദയത്തിന്റെ ആർദ്രതയേറിയ സ്നേഹവും കരുണയും നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ നിയോഗങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ശുശ്രൂഷയോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.